السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدًا عبد الله ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയും വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല ഈ വസിയ്യത്ത് നടപ്പാക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പ്രബോധന ജീവിതത്തിൽ ഒരൽപ്പം മാനസികമായ ദുർബലത വരുമോ എന്ന ഘട്ടം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ മനസ്സിന് സമാധാനം നൽകാൻ, ആശ്വാസം നൽകാൻ, വിശ്വാസത്തിന് ശക്തി വർദ്ധിക്കാൻ ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കാൻ, ആ രൂപത്തിൽ ആയത്തുകളിൽ നിന്ന്, ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ മഹത്തായ മുഅ്ജിസത്തായിരുന്നു ഇസ്റാഉം മിഅ്റാജും. ഈ ഇസ്റാഉം മിഅ്റാജും നമുക്ക് നൽകുന്ന ശക്തമായ പാഠങ്ങളെക്കുറിച്ച് മുമ്പ് കഴിഞ്ഞ ഖുതുബകളിലൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മിഅ്റാജ് നമുക്ക് നൽകിയ മഹത്തായ സമ്മാനം അതിശക്തമായ ഒരു ഇബാദത്താണ് എന്ന് നമുക്കറിയാം. ഈ ഇബാദത്ത് മുസ്ലിമിൻ്റെയും അമുസ്ലിമിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മിൽ ഭൂരിഭാഗം ആളുകളും ഈ ഇബാദത്ത് പ്രവർത്തിക്കുന്നതിൽ അമാന്തം കാണിക്കുകയോ ഉപേക്ഷ വരുത്തുകയോ കൃത്യനിഷ്ഠ പാലിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നത് സങ്കടകരമായ വസ്തുതയാണ്. ഇസ്രാഇനെ കുറിച്ചും മിഅ്റാജിനെ കുറിച്ചും പറയാൻ ഒരുപാട് കഥകളും നാവുകളുമുള്ള നമുക്ക് ഇസ്രാ നൽകിയ മഹത്തായ സമ്മാനമായ നമസ്കാരം അനുഷ്ഠിക്കാൻ സമയം ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് തീർത്തും സങ്കടകരമായ കാര്യമാണ്. നാം മനസ്സിലാക്കേണ്ടത്, നമുക്കേതെങ്കിലും ആഘോഷങ്ങളിലോ മധുര പലഹാര വിതരണങ്ങളിലോ സദസ്സുകളിലോ ഒതുക്കാൻ വേണ്ടിയുള്ള ഒന്നല്ല ഇസ്രാഉം മിഅ്റാജും. മറിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നത് ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്നാണ്. ആ ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും ഏതാകുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അവ
അവയിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമസ്കാരം എന്ന ഇബാദത്താണ്. ഇസ്രായിനെ കുറിച്ചും മിഅ്റാജിനെ കുറിച്ചും ആലോചിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിന് ഇന്നും ആവേശകരമായ ഒന്ന്. നമസ്കാരം എന്ന് പറയുന്നത് കേവലം ഒരു ചടങ്ങല്ല എന്നും പടച്ചറബുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന രഹസ്യ സംഭാഷണമാണ് എന്നും ഒരടിമ തന്റെ റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നത് നമസ്കാരത്തിലാകുന്നു എന്നും നമസ്കാരത്തിൽ വിശിഷ്യ സുജൂദിന്റെ സമയത്ത് റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ ചോദിച്ചു കൊള്ളുക എന്നൊക്കെയുള്ള നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനങ്ങളെ പലപ്പോഴും നാം മറക്കുകയാണ്. നാം എവിടെ എത്തി എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ പറഞ്ഞതുപോലെ ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉസ് സ്വലാ, അവർക്ക് ശേഷം ഒരു വിഭാഗം വരും, അവരുടെ സ്വഭാവം അവർ നമസ്കാരത്തെ ഉപേക്ഷിക്കും. വത്തബഉശ് ശഹവാത്ത്, നമസ്കാരങ്ങളെ വകവെക്കാതെ തങ്ങളുടെ ഇച്ഛകളെ അവർ പിൻപറ്റും. ഇച്ഛകളെ പിൻപറ്റുന്ന കാരണമായി നമസ്കാരത്തെ അവർ ഉപേക്ഷിക്കേണ്ടി വരും. ഫസൗഫ യൽഖൗന ഗയ്യാ, തൽഫലമായി ദുർമാർഗത്തിൽ അവർ അകപ്പെടും എന്നതാണ് അവർക്ക് സംഭവിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. നരകവാസികളോട് പടച്ച റബ്ബ് ചോദിക്കുന്ന ചോദ്യം, മാ സലകകും ഫീ സഖർ ഖാലൂ ലം നഖു മിനൽ മുസല്ലീൻ. എന്താണ് നരകവാസികളെ നിങ്ങൾ ഈ നരകത്തിൽ കടക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോൾ നരകവാസികൾ ഒന്നാകെ മറുപടി പറയുമെന്ന് റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ലം നഖു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കാരക്കാരായിരുന്നില്ല എന്ന്. സഹോദരന്മാരെ, നമസ്കാരത്തിൽ ഉപേക്ഷ വരുത്തുന്ന, കൃത്യത പാലിക്കാത്ത, നമസ്കരിക്കാൻ ഇനിയും അലസത കാണിക്കുന്ന, മടി കാണിക്കുന്ന, സമയമില്ലെന്ന് പറഞ്ഞ് നമസ്കാരത്തെ ഉപേക്ഷിക്കുന്ന സഹോദരങ്ങളെ, മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. നരകം അതികഠിനമായ ശിക്ഷയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ അത് താങ്ങാനാവാത്തതാണെന്ന് നമുക്കറിയാം. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, നാഥ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിക്കാൻ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്കറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ജാഗരൂകരാവുക. നമ്മുടെ നേതാവിന്റെ ജീവിതം അവസാനിക്കുമ്പോൾ, ഈ ലോകത്ത് നിന്ന് അദ്ദേഹം വഫാത്താകുമ്പോൾ അവസാനമായി നൽകിയ വസയ്യത്തുകളുടെ കൂട്ടത്തിൽ തനിക്ക് ബോധം നഷ്ടപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ബോധം വരുമ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്ന വസയ്യത്തുകളുടെ കൂട്ടത്തിലെ മർമ്മപ്രധാനമായത് അസ്സലാ അസ്സലാ വമാ മലക്കത് ഐമാനുക്കും എന്നായിരുന്നു. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. നിങ്ങളുടെ വലങ്കൈ ഉടമകളാക്കപ്പെട്ട നിങ്ങളുടെ അടിമകളുടെ കാര്യം, ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണമെന്നായിരുന്നു നമ്മുടെ നേതാവിന്റെ ചൂണ്ടിൽ നിന്ന് അവസാനമായി സമുദായത്തോട് പറഞ്ഞ വസയ്യത്ത് എന്ന കാര്യം നാം വിസ്മരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇസ്രാഉം മിഅ്റാജും നമുക്ക് നൽകേണ്ട ഏറ്റവും സുപ്രധാനമായ പാഠമാണ്. ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയമായ ഒരവസ്ഥ. ഇന്ന് പലരും ആവലാതികളും ആക്ഷേപങ്ങളുമായി പോലീസ് സ്റ്റേഷനുകളിലും ടെലിഫോൺ ഓഫീസുകളിലുമൊക്കെ കടന്നു കയറാൻ തുടങ്ങിയിരിക്കുന്നു. തങ്ങളുടെ ഫോണുകളിലേക്ക് ഒരു കോൾ വരുന്നു. ആ കോളിലുള്ളത് തനിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്, തനിക്ക് മാരണം ബാധിച്ചിട്ടുണ്ട്, തനിക്ക് എന്തൊക്കെയോ രോഗം വരാൻ പോകുന്നു, തന്നെ ഏതോ പിശാച് ബാധിക്കാൻ പോകുന്നു, തന്റെ ജോലി ഇപ്പോൾ നഷ്ടപ്പെടും, തന്റെ ജോലിയിൽ തനിക്ക് കച്ചവടത്തിൽ തനിക്ക് നഷ്ടം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തുന്ന ചില ഫോൺ കോളുകളും അതുപോലെയുള്ള ചില നോട്ടീസുകളും, വിശ്വാസം ശക്തമല്ലാത്തതിന്റെ പേരിൽ പലരും ഇതിൽ അകപ്പെട്ടു പോകുന്നു, പേടിച്ചു പോകുന്നു. വിളിച്ചു പറയുന്ന ആൾ പറയുന്നത്, ഇത്രയും എമൗണ്ട് തന്നാൽ ആ സിഹർ മാറ്റിത്തരാം, ആ പ്രയാസം മാറ്റിത്തരാം, ആ ബുദ്ധിമുട്ട് മാറ്റിത്തരാം, ആ ബാധ മാറ്റിത്തരാം. മറ്റു ചില നോട്ടീസുകൾ സർവ്വസാധാരണയായി നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ട് പരിചയിച്ചതാണെങ്കിലും ഇവിടെ ഇപ്പോഴാണ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്. സ്വപ്നം കണ്ട നോട്ടീസുകളുടെ
വലിയ വലിയ വാറോലകൾ പ്രവഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ നോട്ടീസ് അച്ചടിച്ചാൽ 3 കോപ്പി അടിച്ചാൽ 10 കോപ്പി അടിച്ചാൽ പ്രതിഫലങ്ങൾ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നോട്ടീസുകൾ. അഥവാ അത് ചീന്തിയിട്ടാൽ, അത് നശിപ്പിച്ചാൽ താൻ നശിച്ചു പോകും, മരിച്ചു പോകും, തന്റെ കുടുംബത്തിന് നാശം വരും, കച്ചവടത്തിന് നാശം വരും, ജോലിക്ക് നാശം വരും എന്ന് പറഞ്ഞ് പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള വിശ്വാസം ദുർബലമായ കാരണത്താൽ പലപ്പോഴും മനസ്സ് ചഞ്ചലമായി പോകുന്ന വിധത്തിലുള്ള ആ ഫോൺ കോളുകളും നോട്ടീസുകളും, അതിന് ചില ആളുകളും അതൊക്കെ പ്രചരിപ്പിക്കാൻ, വിതരണം ചെയ്യാൻ, അതിന് ഓശാന പാടിക്കൊടുക്കാൻ, അതിന് ആളുകളെ കൊണ്ടുപോയി കൊടുക്കാൻ നമ്മുടെ നാട്ടുകാരായ, നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ആളുകൾ പോലും അതിലുണ്ട് എന്നത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഇവിടെയുള്ള കുറ്റാന്വേഷണ വകുപ്പ് കണ്ടുപിടിച്ച ഒരു വലിയ സംഭവമാണ്. സഹോദരങ്ങളെ, നാം ബോധവാന്മാരാകണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരെ ഭയപ്പെടണം, എന്തിനെ ഭയപ്പെടണം എന്ന് നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം. എന്തിൽ നിന്നെല്ലാം നന്മ പ്രതീക്ഷിക്കണം, എന്തിൽ നിന്നെല്ലാം നമുക്ക് ഖൈറുണ്ടാകും എന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം. കേവലം ആരെങ്കിലും കണ്ട നോട്ടീസ്, സ്വപ്നം കണ്ട നോട്ടീസുകൾ 10 100 കോപ്പി അടിച്ചാൽ, അവ വിതരണം ചെയ്താൽ, അവ എത്തിച്ചാൽ അവക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും, ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പ്രചരിപ്പിക്കുന്ന വിഭാഗം, അത് പ്രചരിപ്പിച്ചില്ലെങ്കിൽ, അത് ചെയ്തില്ലെങ്കിൽ, അവർ പറയുന്നത് പോലെ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമുണ്ടാകുമെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളും അതിന്റെ വാഹകരും നമ്മെ യഥാർത്ഥത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെയാണെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. നാം വളരെ കൃത്യമായി ഓർക്കുക. ഇസ്രാഉം മിഅ്റാജും ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥയാണ്. ഓർക്കുന്നില്ലേ നിങ്ങൾ? മനസ്സിൽ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ദുർബലത ജനിപ്പിക്കാൻ ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ തടിച്ചുകൂടി. ഇസ്രാഉം മിഅ്റാജും സംഭവം റസൂലുള്ള പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അബൂബക്കർ, നിന്റെ കൂട്ടുകാരനിതാ എന്തോ ഭ്രാന്ത് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഷാമിൽ പോയി, ഫലസ്തീനിൽ പോയി തിരിച്ചു വന്നു എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. നീ ഇതിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമൂഹത്തോട് തിരിച്ചു ചോദിച്ചു, അദ്ദേഹം അങ്ങനെ പറഞ്ഞു? അതെ, അദ്ദേഹം അങ്ങനെ പറഞ്ഞു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. എങ്കിൽ ഞാനത് വിശ്വസിക്കും. കാരണം അതിനേക്കാൾ അപ്പുറത്തുള്ള ആകാശത്ത് നിന്ന് വരുന്ന വർത്തമാനങ്ങൾ അദ്ദേഹം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്കൊട്ടും സങ്കോചമില്ല. പിന്നെയാണോ ആകാശത്തിനടിയിലുള്ള ഷാമിന്റെ കഥ പറഞ്ഞാൽ, ഫലസ്തീനിന്റെ കഥ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാതിരിക്കുക എന്ന് തിരിച്ചു ചോദിച്ചു. സമൂഹം, ഇസ്ലാമിക ചരിത്രം, സഹാബത്ത് ഒന്നടങ്കം അദ്ദേഹത്തെ സിദ്ദീഖ് എന്ന ഓമന പേരിൽ വിളിച്ചു എന്ന ചരിത്രം നമുക്കറിയാം. സഹോദര, വിശ്വാസത്തിന്റെ ശക്തിയാണ് സിദ്ദീഖിന് കിട്ടിയത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് തന്റെ യുക്തിക്ക് യോജിക്കുമോ, തനിക്ക് യോജിക്കുമോ, ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അതെതിരാകുമോ എന്ന് ചിന്തിക്കാതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന മുസ്ലിം സമുദായത്തിന്റെ അനിഷേധ്യനായ നേതാവ് പറഞ്ഞ ഒരു കാര്യം അതപ്പടി വിശ്വസിക്കുക. വിശിഷ്യ വിശ്വാസപരമായ കാര്യങ്ങളിൽ അദൃശ്യപരമായ, തികച്ചും അദൃശ്യപരമായ, അന്നൊരിക്കലും സമൂഹത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ് ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും കഥ എന്ന് നമുക്കറിയാം. നാം ഇവിടെ മനസ്സിലാക്കണം, ഇസ്രാഉം മിഅ്റാജും നമുക്ക് നൽകേണ്ട ശക്തമായ പാഠം നമ്മുടെ വിശ്വാസത്തിന്റെ അചഞ്ചലതയാണ്. ഒരു കാരണവശാലും ആ വിശ്വാസത്തിന്റെ അചഞ്ചലതയിൽ നിന്ന് നാം ഒരിക്കലും പുറകോട്ട് പോകരുത്. നാം ഓർക്കുക, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിശക്തമായ 2 അടിസ്ഥാന ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് ഉള്ളത്. എല്ലാ ഇബാദത്തുകളും ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള മഹബ്ബത്ത്, സ്നേഹം, റജാ, പ്രതീക്ഷ, അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. ഇത് രണ്ടും കൂടുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇബാദത്തുകളായി തീരുന്നത്. നമുക്കറിയാം, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്, അള്ളാഹുവിൽ നിന്ന് എന്തോ ലഭിക്കുമെന്ന പ്രതീക്ഷ കൊണ്ടാണ്. അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നാം അകലുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ടാണ്. ഇത് നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം. എല്ലാ സൗകര്യങ്ങളും ലഭിച്ചിട്ട് തിന്മകൾ ചെയ്യാത്ത, അനാവശ്യങ്ങൾ ചെയ്യാത്ത ആളുകളോട് എന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അവന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഉത്തരം, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, അതുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് സുന്നത്ത് നമസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും അനുഷ്ഠിക്കുന്ന ആളുകളോട് എന്തിന് നീ അത് അനുഷ്ഠിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള
അതിനുള്ള അവരുടെ മറുപടി റബ്ബിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എന്നാണ്. സഹോദര, ഇത് രണ്ടും നാം മനസ്സിലാക്കണം. അള്ളാഹുവിൽ നിന്ന് നാം ആഗ്രഹിക്കുക, നോട്ടീസുകളിൽ നിന്നല്ല, മനുഷ്യന്മാരിൽ നിന്നല്ല, തലപ്പാവുകൾ ധരിച്ച് മനുഷ്യനെ വെളിപഴപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരിൽ നിന്നല്ല. ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെ ആയിരിക്കണം. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ സമാന്തരമായി സമന്വയിച്ച് സമം പോലെ ഉണ്ടാകേണ്ട വസ്തുതയാണ്. ഒരു പക്ഷി പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഒരു ചിറകിന് കനം തൂങ്ങിയാൽ പക്ഷി താഴെ വീഴും. അത് തന്നെയാണ് വിശ്വാസിയുടെയും കഥ. വിശ്വാസത്തിന്റെ അതിശക്തമായ രണ്ട് ഘടകങ്ങളായ ഭയവും പ്രതീക്ഷയും, അവ രണ്ടും ഒരു പക്ഷിയുടെ ചിറകിന്റെ സന്തുലിതത്വം പോലെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം എന്ന് നാം മനസ്സിലാക്കുക. ഭയമെന്ന് പറയുമ്പോൾ, ഖൗഫ് എന്ന് പറയുമ്പോൾ അതിന്റെ വ്യത്യസ്തമായ രണ്ട് വിഭാഗത്തെ കുറിച്ച് നാം മനസ്സിലാക്കണം. ഒന്നാമത്തേത് ഖൗഫുൽ ഇബാദത്ത് ആണ്. ഇബാദത്തായി വരുന്ന ഭയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നത് പോലെ മറ്റാരെയും ഭയപ്പെട്ടുകൂടാ. ബിംബങ്ങളെ നാം ഭയപ്പെട്ടുകൂടാ. മരിച്ചുപോയവരെ നാം ഭയപ്പെട്ടുകൂടാ. ഖബറുകളിലുള്ളവരെ നാം ഭയപ്പെട്ടുകൂടാ. ഔലിയാക്കന്മാരെ നാം ഭയപ്പെട്ടുകൂടാ. ശൈത്താന്മാരെ നാം ഭയപ്പെട്ടുകൂടാ. ഇവയൊക്കെ സ്വയം നമുക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങളോ ഉപകാരമോ വരുത്തുമെന്ന രൂപത്തിലുള്ള ഭയം, ആ ഭയം നമുക്ക് പാടില്ലാത്തതാണ്. അത്തരത്തിലുള്ള ഒരു ഭയം അള്ളാഹുവിനെ മാത്രമേ നാം ഭയപ്പെടാവൂ. അതാണ് അല്ലാഹു തആല സൂറത്ത് ആലി ഇംറാനിലെ 175-ാമത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിച്ചത്. ഇന്നമാ ദാലികുമുശ് ശൈത്താൻ യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിശ്ചയമായും അതാണ് പിശാചുക്കൾ. ആ പിശാച് യുഖവ്വിഫു ഔലിയാഅഹു, തന്റെ മിത്രങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. വിശ്വാസം ശക്തമല്ലാത്ത ദുർബലമായ ആളുകളാണ് പിശാചിന്റെ മിത്രങ്ങൾ. നോട്ടീസ് കണ്ടാൽ, കോഴിമുട്ട കണ്ടാൽ, അതുപോലെയുള്ള മറ്റെന്തെങ്കിലും വാറോല കണ്ടാൽ, ആരെങ്കിലും ഒരു ഫോൺ വിളിച്ചാൽ തന്റെ മുഖത്ത് നോക്കി എനിക്ക് എന്തൊക്കെയോ ബാധിച്ചിട്ടുണ്ടല്ലോ എന്നൊരു അക്ഷരം പറഞ്ഞാൽ പേടിച്ചു പോകുന്നവർ പിശാചിന്റെ വസ്വാസുകൾക്ക് അടിമപ്പെട്ടു പോയവരാണ്. പ്രാർത്ഥിക്കുക അല്ലാഹുവിനോട് ഇത്തരം വസ്വാസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ. അതിനാണ് പടച്ച റബ്ബ് നമുക്ക് സമ്മാനമായി നൽകിയത്. നമുക്കറിയാം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് തുടങ്ങുന്ന രണ്ട് മുഅവ്വദതൈനികൾ, രക്ഷപ്പെടാനുള്ള രണ്ട് ശക്തമായ ഉപകരണങ്ങൾ. അത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ആവർത്തിച്ചത് ചൊല്ലുക. രാവിലെയും വൈകുന്നേരവും, ഫജ്റിന് ശേഷവും അസ്റിന് ശേഷവും 3 പ്രാവശ്യം അത് ചൊല്ലാൻ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് യുഖവ്വിഫു ഔലിയാഹു, ശരിയാണ്, പിശാച് ദുർബലമായ മനസ്സിന്റെ ഉടമകളെ, വിശ്വാസം ശക്തമല്ലാത്ത ആളുകളെ ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ പേടിപ്പിക്കുമെന്ന് നാം മനസ്സിലാക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില വീടുകളിലേക്ക് കയറി ചെന്നാൽ, ചില ഷോപ്പുകളിലേക്ക് കയറി ചെന്നാൽ കള്ളി വരച്ച ഒരുപാട് അക്ഷരങ്ങൾ എഴുതി എന്തോ തൂക്കിയിട്ടിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ തൂക്കിയിട്ടവന് പോലും അറിയില്ല എന്താണ് എന്ന്, ഒന്നും അറിയില്ല. എന്താണ് അതിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ എന്തിനത് വെച്ചു എന്ന് ചോദിച്ചാൽ, അത് വെച്ചാൽ എന്തൊക്കെയോ ഖൈറ് ലഭിക്കും, ബർക്കത്ത് ലഭിക്കും, ഏതൊക്കെയോ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ്. ആര് പഠിപ്പിച്ചു സഹോദരങ്ങളെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് മുഅവ്വദതൈനിയാണെങ്കിൽ അത് ചൊല്ലാൻ മനസ്സ് തോന്നാത്ത മനുഷ്യരെ, കേവലം കടലാസ് കഷ്ണങ്ങൾ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയ കേവലം കടലാസ് കഷ്ണങ്ങൾ ഫ്രെയിം ചെയ്ത് ചൂക്കിയാൽ രക്ഷപ്പെടുമെന്ന വിശ്വാസം എന്തുമാത്രം ശക്തമായ അന്ധവിശ്വാസമാണ്. അതാണ് അള്ളാഹു നമ്മോട് ചോദിക്കുന്നത്. ഫലാ തഖാഫൂഹും, അവരെ നിങ്ങൾ ഭയപ്പെടരുത്. ഈ കടലാസ് കഷ്ണങ്ങളെയോ, ഈ ആളുകളെയോ, ഈ പിശാചുക്കളെയോ, ഇവരുടെ കുതന്ത്രങ്ങളെയോ, ഇവരുടെ വർത്തമാനങ്ങളെയോ, ഇവരുടെ നോട്ടീസുകളെയോ നിങ്ങൾ ഭയപ്പെടരുത്. വഖാഫൂൻ, നിങ്ങൾ എന്നെ ഭയപ്പെടണം, നിങ്ങൾ എന്നെ ഭയപ്പെടണം. പക്ഷേ അത് നിങ്ങൾക്ക് സാധിക്കുക ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. വിശ്വാസത്തിന്റെ അതിശക്തമായ 3 ഘടകങ്ങൾ. ഒന്നാമത്തേത് സിദ്ഖുൻ നിയ്യത്ത്, ഞാൻ മുഅ്മിനാണെന്ന് പറയുന്നതിലുള്ള ആത്മാർത്ഥത, നിയ്യത്തിലുള്ള ആ പറയുന്നതിൽ അവന്റെ മനസ്സിലുള്ള സത്യസന്ധത. രണ്ടാമത്തേത് അൽ ഇഖ്ലാസ്, മുഅ്മിനായി ജീവിക്കുന്നതിൽ കാണിക്കുന്ന ആത്മാർത്ഥത. മൂന്നാമത്തേത് അത്തവക്കുലു താം, സമ്പൂർണമായി വിശ്വാസി റബ്ബിൽ മാത്രം വരമേൽപ്പിക്കുന്ന അവസ്ഥ. ഇല്ല, ഈ കടലാസ് കഷ്ണങ്ങൾക്കൊന്നും ചെയ്യാൻ എന്നെ സാധ്യമല്ല, റബ്ബിനല്ലാതെ എന്ന ശക്തമായ വിശ്വാസം. സഹോദരാ,
ഇതിനെയായിരിക്കണം ഭയപ്പെടേണ്ടത്. ഇത്തരം ഓലപ്പാമ്പുകളെ ഭയപ്പെടേണ്ടവനല്ല വിശ്വാസി എന്നോർക്കുക. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുക. ഏതെങ്കിലും ഈ രൂപത്തിലുള്ള സാധനങ്ങളല്ല. സഹായം ഈ രംഗത്ത് ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. അപ്പോൾ മാത്രമേ വിശ്വാസം ശക്തമാവുകയുള്ളൂ. സൂറത്ത് തൗബയിലെ 18-ാമത്തെ വചനത്തിൽ പള്ളികൾ പരിപാലിക്കേണ്ടത് ആരാണെന്ന് അള്ളാഹു പറയുന്നിടത്ത് പറയുന്നു, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ്സലാ വആതസ് സക്കാ. പള്ളികൾ പരിപാലിക്കേണ്ടത് ഇവർ മാത്രമായിരിക്കണം. അവർക്ക് അതിന് അവകാശമുള്ളൂ. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അന്ത്യനാളിൽ വിശ്വസിക്കുന്ന, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന, സക്കാത്ത് കൃത്യമായി നൽകുന്ന. എന്നിട്ട് അവസാനം പറയുന്നു, വലം യഖ്ശ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ഈ പള്ളിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്ന ശക്തമായ നിർദ്ദേശം. അവിടെ നമസ്കാരത്തിന്റെ കൂടെ, സക്കാത്തിന്റെ കൂടെ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ കൂടെ, പരലോക വിശ്വാസത്തിന്റെ കൂടെ ശക്തമായി പറഞ്ഞ വാചകം വലം യഖ്ശ ഇല്ലല്ലാഹ്. മനസ്സിലാക്കുക, ഖശിയത്ത് എന്ന പദം നാം സാധാരണയായി കേട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഖൗഫ് എന്ന ഭയവും ഖശിയത്ത് എന്ന ഭയവും അത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൂടി നാം ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ഖൗഫിനേക്കാൾ കുറച്ചുകൂടി ഒതുങ്ങിയ ഒരു പദമാണ്, ഖാസായ ഒരു പദമാണ്. അത് തമ്മിലുള്ള വ്യത്യാസം, ഖശിയത്ത് എന്നത് ഇൽമോടുകൂടി, അറിവോടുകൂടി സംഭവിക്കുന്ന ഒന്നാണ്. ഖൗഫ് എന്നത് ജാഹിലിനുണ്ടാകാം, അറിവുള്ളവനും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്നല്ലാഹു പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ച് ഖശിയത്ത് ഉണ്ടാവുക ഉലമാക്കൾക്കായിരിക്കും, വിവരമുള്ളവർക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഖശിയത്തിന്റെ കൂടെ ആരെയാണോ നാം ഭയപ്പെടുന്നത്, ഖശിയത്ത് എന്ന ഭയത്തിന്റെ കൂടെ ആരെയാണോ നാം ഭയപ്പെടുന്നത്, ആ ഭയപ്പെടുന്നവന്റെ മഹത്വം നമ്മുടെ മനസ്സിലുണ്ടാകും. എന്നാൽ ഖൗഫ് എന്ന ഭയത്തിലോ അവന്റെ മഹത്വം ഉണ്ടാവുകയില്ല. പക്ഷേ ആ കടലാസോ അല്ലെങ്കിൽ ആ കോഴിമുട്ടയോ അല്ലെങ്കിൽ ആ കരിക്കോ അല്ലെങ്കിൽ ചുരുട്ടി വെച്ച വല്ലതുമൊക്കെയോ തനിക്ക് എന്തൊക്കെയോ ഉപദ്രവം കാണിക്കുമെന്ന ഭയമല്ലാതെ അതിനെക്കുറിച്ചുള്ള ഒരു മഹത്വമില്ല. അള്ളാഹുവിനെ കുറിച്ചുണ്ടാകേണ്ടതാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫലാ തഖ്ശൗന്നാസ വഖ്ശൗൻ. നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയായിരിക്കണം എന്ന്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സത്യം തന്റെ സഹോദരനെ തന്റെ പിന്നിലിരുത്തി, തന്റെ ആദർശത്തിലെ തന്റെ സഹോദരനെ തന്റെ വാഹനത്തിന്റെ പിന്നിലിരുത്തി സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുത്ത ഒരു സത്യം. മുസ്ലിം സമുദായം ആ സത്യം കാത്തു സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ശക്തികളുടെ മായാവലയത്തിൽ നാം പെട്ടുപോകുമായിരുന്നില്ല. ഏതെങ്കിലും ജ്യോത്സ്യന്റെയോ ഏതെങ്കിലും നായരുടെയോ ഏതെങ്കിലും നമ്പൂരിമാരുടെയോ ഏതെങ്കിലും അദൃശ്യം അറിയും എന്ന് സങ്കല്പിക്കുന്ന, പറയുന്ന, പരസ്യം കൊടുക്കുന്ന ആളുകളുടെയോ വിശ്വാസത്തിലേക്കോ അവരുടെ സമക്ഷത്തിങ്കിലേക്കോ പോകേണ്ട അവസ്ഥ നമുക്കുണ്ടാവുകയില്ല. നിങ്ങൾക്കറിയാമോ, ഈ പ്രദേശത്തെ പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് കിട്ടുന്ന കവറുകളെ കുറിച്ച് അടുത്തയിടെ പോസ്റ്റ് ഓഫീസിലെ അധികൃതർ വ്യക്തമാക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് വരുന്ന ചില കവറുകൾ, ആ കവറുകളിൽ ചില തകിടുകളാണ്. ആ തകിടുകൾ പൊളിച്ചു നോക്കിയാൽ അതിലെന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അതിശക്തമായി ഈ ഗവൺമെന്റ് ഇസ്ലാമിക വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള വസ്തുതകൾക്കെതിരെ, അവസ്ഥകൾക്കെതിരെ ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. നാം ആരാണ്? നമ്മോട് നമ്മുടെ നേതാവ് പറയുന്നത് കേൾക്കണ്ടേ? വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഉ അലാ അൻ യൻഫഉക ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്. അറിഞ്ഞുകൊള്ളുക, സമുദായമൊന്നാകെ, നാടൊന്നാകെ നിനക്ക് ഒരു ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല. പടച്ച റബ്ബ് അത് വിചാരിക്കാതെ വലൗ ഇജ്തമഉ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. നാടാകെ, രാജ്യമൊന്നാകെ, സമൂഹമൊന്നാകെ നിനക്കൊരു ഉപദ്രവം വരുത്തണമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല. റബ്ബ് അത് വിധിച്ചെങ്കിലല്ലാതെ. ഇതാണ് വിശ്വാസികളെ നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി. ഇതിൽ നിന്ന് നാം ഒരിക്കലും പുറകോട്ട് പോകരുത്. നാം
മനസ്സിലാക്കുക. ഈ വകയുള്ള ഏതെങ്കിലും ആളുകൾക്കോ മനുഷ്യർക്കോ സംവിധാനങ്ങൾക്കോ പടച്ച റബ്ബിനെ അറിയുന്ന വിജ്ഞാനം അറിയുമെന്ന് നാം ഒരിക്കലും വിശ്വസിച്ചുകൂടാ. എന്റെ കച്ചവടത്തിന്റെ ഭാവിയെക്കുറിച്ച്, എന്റെ ജോലിയുടെ ഭാവിയെക്കുറിച്ച്, എന്റെ ജീവിതത്തിന്റെ ഭാവിയെക്കുറിച്ച്, അതിലെ നേട്ടക്കോട്ടങ്ങളെക്കുറിച്ച് ഒരിക്കലും ഈ ആളുകൾക്ക് പ്രവചിക്കാൻ സാധ്യമല്ല എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസം എന്ന് നാം മനസ്സിലാക്കുക. ഈ വിശ്വാസത്തിൽ നാം ഒരിക്കലും പതറിപ്പോകരുത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ വിശുദ്ധ ഖുർആൻ പറയാൻ വേണ്ടി കൽപ്പിക്കുന്ന ഒരു തത്വം, ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനി യസ്സൂ ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. സൂറത്തുൽ അറാഫിലെ 188-ാമത്തെ വചനത്തിൽ ഖുൽ, നബി തങ്ങളെ താങ്കൾ പറയുക, അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഈ സമൂഹത്തോട് പ്രഖ്യാപിക്കാൻ പറയണം നബിയെ, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറാ, എനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുക എന്നതോ ഉപദ്രവം ചെയ്യുക എന്നതോ എന്റെ അധീനത്തിൽ പെട്ടതല്ല, എന്റെ കഴിവിൽ പെട്ടതല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ കേവലം ഏതെങ്കിലും മനുഷ്യന്മാർ അവരുടെ ജാടകൾ, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ കഥകൾ, പെരുപ്പിച്ച് പറയുന്ന ഐതിഹ്യങ്ങൾ, ഈ ഐതിഹ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നമുക്ക് ഉപകാരം ചെയ്യുമെന്നോ ഉപദ്രവം ചെയ്യുമെന്നോ നമുക്ക് വിശ്വസിക്കാനാകുമോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഔലിയാക്കളുടെ നേതാവായ, അംബിയാക്കന്മാരുടെ നേതാവായ, അഷ്റഫുൽ ഖൽഖായ ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ, അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്നും നടക്കൂല. എന്നിട്ട് അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നു, വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്ക് ഈ ആളുകൾ ജൽപ്പിക്കുന്നത് പോലെ പറയുന്നത് പോലെ എനിക്ക് അദൃശ്യം അറിയുമായിരുന്നുവെങ്കിൽ നന്മകൾ ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു. വമാ മസ്സനി യസ്സൂ, ഒരിക്കലും ഒരാപത്തും എന്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിക്കുമായിരുന്നില്ല. പക്ഷേ ഞാൻ ഇതൊന്നും അറിയുന്നവനല്ല. ഇൻ അന ഇല്ലാ നദീറും വബശീർ, എന്റെ ഡ്യൂട്ടി എന്താണെന്നോ, ഞാൻ നദീറും ബഷീറും മാത്രമാണ്. താക്കീത് നൽകുന്നവൻ, ജ്വലിച്ചു നിൽക്കുന്ന നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്നവൻ, സുഖസമ്പൂർണമായ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. ലിഖൗമി യുഅ്മിനൂൻ, ഇത് വിശ്വസിക്കുന്ന ജനതയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമാണ് എന്റെ ബാധ്യത എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിക്കുമ്പോൾ സഹോദരാ, നാം മനസ്സിലാക്കണം എങ്ങോട്ടാണ് നാം പോകുന്നത്, ആരുടെ വിശ്വാസത്തിലേക്കാണ്, ആരുടെ ആദർശത്തിലേക്കാണ്, ഏതൊരു തരം ജഹാലത്തിലേക്കാണ് നമ്മുടെ പോക്ക് എന്ന് നാം ചിന്തിച്ചു നോക്കൂ. അല്ലാഹു കൃത്യമായി പഠിപ്പിച്ചു, വഇൻദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു. സൂറത്തുൽ അൻആമിൽ 59-ാമത്തെ വചനം, വഇൻദഹു മഫാതിഹുൽ ഗൈബ്, ഗൈബിന്റെ അദൃശ്യത്തിന്റെ ഖജനാവിന്റെ താക്കോൽ റബ്ബിന്റെ കൈകളിലാണ്. ആ ഗൈബ് എന്നത് ലാ യഅലമുഹാ ഇല്ലാഹു, അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. വിശ്വസിച്ചുകൂടെ സഹോദരങ്ങളെ. ഇതെങ്ങാനും വിശ്വസിച്ചാൽ, ഈ വാറോലകളോ നോട്ടീസുകളോ പ്രചരണങ്ങളോ നാം വിശ്വസിച്ചാൽ സംഭവിച്ചു പോകുന്നത് നമ്മുടെ വിശ്വാസത്തിൽ അതിശക്തമായ പാളിച്ചയാണെന്ന് നാം ഓർക്കണം. അതാണ് അല്ലാഹു പഠിപ്പിച്ചത്. ഖുൽ, നബി തങ്ങളെ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഗൈബ് അറിയുന്നവനായി ആരുമില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ.
വളരെ കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്താൻ, അങ്ങനെ നമ്മളെ ഈമാനിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പടച്ച റബ്ബിന്റെ അദൃശ്യമായ സഹായം വിശ്വാസത്തിന്റെ ശക്തിയാൽ നമുക്ക് ലഭിക്കുന്നത് ഇല്ലാതാക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയതാണ് ഇത് എന്ന് വളരെ കൃത്യമായി നാം ഓർക്കണം. അതുകൊണ്ടാണ് അല്ലാഹു നമ്മോട് ചോദിച്ചത്, ഖുൽ അഫഅത്തഖൽതും മിൻ ദൂനിഹി ഔലിയാ, ഖുൽ അഫഅത്തഖൽതും മിൻ ദൂനിഹി ഔലിയാ, പറയുക, അവനെ കൂടാതെ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ സംരക്ഷകരെ സ്വീകരിക്കുകയാണോ? ലാ യംലികൂന ലിഅൻഫുസിഹിം നഫ്അൻ വലാ ദർറാ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങളുടെ സംരക്ഷകരാണെന്ന് കരുതുന്നവർ ലാ യംലികൂന ലിഅൻഫുസിഹിം നഫ്അൻ വലാ ദർറാ, അവർക്ക് സ്വയം ഉപകാരമോ ഉപദ്രവമോ അവർ ഉടമയാക്കുന്നില്ല. ഒരു ഉപകാരം സ്വയം ഉണ്ടാക്കാൻ, ഒരു ഉപദ്രവത്തിൽ നിന്ന് സ്വയം തടുക്കാൻ അവർക്കാർക്കും സാധ്യമല്ല എന്നാണ് പടച്ച റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇസ്രായിലേക്ക് തിരിയുമ്പോൾ, മിഅ്റാജിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ വിശ്വാസം ശക്തമാകണം. വിശ്വാസം അബൂബക്കർ സിദ്ദീഖിന്റെ വിശ്വാസം പോലെ ശക്തമാകണം. ഞാൻ ഓതിയത് മുഴുവൻ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള വചനങ്ങളാണ്. ഞാൻ പറഞ്ഞ ഹദീസുകൾ മുഴുവൻ നമ്മുടെ നേതാവിന്റെ വാക്കുകളാണ്. സഹോദര, ആ നേതാവ് ഒരു കാര്യം നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻ ഖാല വഖദ് സദഖ എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖിന്റെ അനുയായികളാകാൻ, ഇസ്റാഉം മിഅ്റാജും പറയുമ്പോൾ ആ വിശ്വാസത്തിന്റെ, സത്യസന്ധമായ വിശ്വാസത്തിന്റെ ഉടമകളാകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്താൻ ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സകലമാന സംവിധാനങ്ങളും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ പടച്ച റബ്ബിനോട് രക്ഷ തേടി അള്ളാഹുവിൽ അഭയം പ്രാപിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രീതികളും മാർഗങ്ങളും സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ എല്ലാവരും ശീലിക്കണം, ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇവയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും രൂപത്തിൽ സ്വാധീനം ചെലുത്തുമോ, എനിക്കെന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ഭയപ്പെടുന്ന, വിശ്വാസം ദുർബലമായ ആളുകളുണ്ടാകും. അവർ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മുടെ നേതാവ് പഠിപ്പിച്ച അദ്കാറു സബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പഠിപ്പിച്ച ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ വിട്ടുപോകാതെ ചൊല്ലാൻ എല്ലാവരും ശീലിക്കണം. അത് പ്രത്യേകമായി എല്ലാവരും ശ്രദ്ധിക്കുക. ആ ദിക്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിച്ച മുഅവ്വദതൈനി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അതുപോലെ ആയത്തുൽ കുർസി, ഞാൻ നമുക്കറിയാവുന്നത് പെട്ടെന്ന് പറയുകയാണ്. ഇത് മൂന്നും ജീവിതത്തിൽ ശക്തമായി രാവിലെയും വൈകുന്നേരവും ചൊല്ലി വിശ്വാസം അള്ളാഹുവിൽ മാത്രം അർപ്പിച്ച്, അള്ളാഹുവിൽ അഭയം അർപ്പിച്ച്, അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ദുഷ്ടശക്തികൾ നമ്മുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തും. നമുക്കറിയാം, വിശ്വാസം ദുർബലപ്പെട്ടാൽ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ദുർബലതയാണ്. മനസ്സിൻ്റെ ദുർബലതയാണ് പലരും പലതരത്തിലുള്ള അപകടങ്ങളിലേക്കും എത്തിച്ചേരാൻ കാരണം. പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ജീവൻ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ചരിത്രവും വാർത്തകളുമൊക്കെ നാം ദിവസേന വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് സംഭവിക്കരുത്. കൃത്യമായി ഖുതുബകൾ കേൾക്കുന്ന, ഖുർആൻ മനസ്സിലാക്കുന്ന നമുക്കൊരിക്കലും അത് സംഭവിച്ചു പോകരുത്. അള്ളാഹുവിൽ സമർപ്പിക്കുക. വതവക്കൽ അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കി ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على خير خلقه نبينا محمد وعلى آله وصحبه أجمعين.